ഹായ് കൂട്ടുകാരെ, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സുഹൃത്തുക്കളെ, ഇന്നത്തെ എൻ്റെ വീഡിയോ ബ്രൗൺസ് ബിരിയാണി തയ്യാറാക്കുന്ന ഒരു വീഡിയോ ആണ്. എനിക്കറിയാവുന്ന രീതിയിൽ എൻ്റേതായ ശൈലിയിൽ ഞാൻ തയ്യാറാക്കിയ ഒരു ബിരിയാണിയാണ്. എല്ലാവരും ഫുള്ളായിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും തരിക. സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ വൃത്തിയാക്കി എടുത്തുകൊണ്ടിരിക്കുന്നത് ബ്രൗൺസാണ് കേട്ടോ. ബ്രൗൺസ് വൃത്തിയാക്കാൻ എനിക്കത്ര വശമുള്ള കാര്യമല്ല. കുറച്ച് സമയം വേണം, നല്ല സമയം വേണം കേട്ടോ ഗൈസ്. അൻസുമോൾ എൻ്റെ അടുത്തിരുന്ന് കളിക്കുന്നുണ്ട്. അവൾ എന്തൊക്കെയോ കുശലങ്ങളും കുസൃതികളൊക്കെ ഒപ്പിക്കുന്നുണ്ട്. എന്നോട് എന്തൊക്കെയോ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ബ്രൗൺസിൻ്റെ നടുക്ക് ഒരു കറുത്ത പോർഷനില്ലേ, അത് റിമൂവ് ചെയ്ത് കളയുക എന്നതാണ് എൻ്റെ ടാസ്ക്. എനിക്കത്ര വശമില്ല ഗൈസ് ബ്രൗൺസ് വൃത്തിയാക്കി എടുക്കാൻ. അപ്പം ഞാനേ ആദ്യം ബ്രൗൺസൊക്കെ ഒന്ന് പെട്ടെന്ന് വൃത്തിയാക്കിയിട്ട് പെട്ടെന്ന് വരാം കേട്ടോ. സുഹൃത്തുക്കളെ, നമുക്ക് റൈസ് കുക്ക് ചെയ്തെടുക്കാവേ. പാൻ അടുപ്പത്തേക്ക് വെച്ചു. പാൻ ചൂടായപ്പോഴത്തേക്കും 1 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യ് ഒന്ന് ഉരുകി റെഡിയാകുമ്പോഴത്തേക്കും ഇതിലേക്ക് ഗ്രാമ്പൂ, പട്ട, ഏലക്ക ചേർത്ത് കൊടുക്കാവേ. ഞാൻ തൈമയുടെ റൈസാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് തൈമ റൈസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 1 മണിക്കൂർ നേരം ഞാൻ വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. കഴുകി ഊറ്റി എടുത്ത് വെച്ചേക്കുകയാണ്. ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ചിക്കി എടുക്കണം. ഇതിലേക്ക് ഊറ്റിയെടുത്ത് വെച്ചിരിക്കുന്ന തൈമ റൈസ് ചേർത്ത് കൊടുക്കാം. ഒരു കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളമാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. വെള്ളവും ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് സോൾട്ടും ചേർത്ത് അരമുറി നാരങ്ങ നീരും കൂടെ ചേർത്ത് അടച്ച് വെച്ച് നമ്മുടെ റൈസ് ആദ്യം ഒന്ന് കുക്ക് ചെയ്തെടുക്കാവേ. റൈസ് വേവിച്ചൂറ്റി മാറ്റി വെച്ചിട്ടുണ്ട് ഗൈസ്. ഇനി ബ്രൗൺസ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഗൈസ്. ഇനി തയ്യാറാക്കി എടുക്കേണ്ടത് ഗ്രേവിയാണ്. ബ്രൗൺസ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് സോൾട്ടും 1 സ്പൂൺ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും കുരുമുളക് പൊടിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ബ്രൗൺസ് ആദ്യം ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റണം. ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നത്. പാനിൽ ഓയിൽ ഒഴിച്ചു. ഓയിൽ ചൂടാകുമ്പോഴത്തേക്കും ബ്രൗൺസ് ഫ്രൈ ചെയ്തെടുത്ത് മാറ്റാം. ഇതേ ഓയിൽ തന്നെയാണ് കേട്ടോ സവാളയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ വഴറ്റിയെടുക്കുന്നത്. വേഗം നമുക്ക് ഗ്രേവി തയ്യാറാക്കി എടുക്കാവേ. ഞാൻ കുറച്ച് ഓയിലൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ടേ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണേ. ടൊമാറ്റോ ചേർത്ത് കൊടുക്കുന്നുണ്ടേ. സോൾട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്.
സുഹൃത്തുക്കളെ, ഇതിലേക്ക് ഇനി മസാലയായിട്ട് ഞാൻ ചേർക്കുന്നത് ബിരിയാണി മസാല മാത്രമാണ്. വേറൊരു മസാലയും ഞാൻ ചേർക്കുന്നില്ല. 1 സ്പൂൺ ബിരിയാണി മസാലയാണ് കേട്ടോ ചേർക്കുന്നത്. ഇനി ബ്രൗൺസും ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് ഗ്രേവി വേവിച്ചെടുക്കാവേ. ഗ്രേവി ഒന്ന് വറ്റിയതിന് ശേഷം നമുക്ക് ദമ്മിടാം. ഇതിലേക്ക് കരിവേപ്പില ചേർത്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ ചേർക്കാത്തത്. ഗ്രേവി ഒന്ന് വറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ റൈസ് ചേർത്ത് ദമ്മിടാവേ. ഇതിൻ്റെ പുറത്ത് നമുക്കിനി സവാള വറുത്ത് ചേർത്ത് കൊടുക്കാം. അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും ചേർത്ത് കൊടുക്കാം. ഇതൊന്നും ഞാൻ ഇന്ന് ചേർത്തിട്ടില്ല. ഞാൻ എളുപ്പത്തിൽ ഒരു ബ്രൗൺസ് ബിരിയാണിയാണ് തയ്യാറാക്കി എടുക്കുന്നത് ഗൈസ്. മല്ലിയില അതൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് കൂട്ടാം. ഞാൻ പറഞ്ഞില്ലേ, എൻ്റേതായ ശൈലിയിൽ എനിക്കറിയാവുന്ന പോലെ ഒരു ബ്രൗൺസ് ബിരിയാണിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. പിന്നെ ബിരിയാണിയൊക്കെ ദമ്മിട്ട് റെഡി ആയിട്ടുണ്ട്. ഇവിടെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ഞങ്ങൾ ബിരിയാണി കഴിക്കട്ടെ. നമുക്ക് അടുത്ത വീഡിയോ കാണാം കേട്ടോ. ബൈ.